ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മുസലം. കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ട് 3 പന്തീരാണ്ട് കഴിയുന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും ദാവാഗ്നിയിൽ ദിവംഗതരായ വിവരം പാണ്ഡവരുടെ ഹൃദയങ്ങളെ തകർത്തു. സുഖത്തിനു വേണ്ടി നേടിയെടുത്ത രാജ്യവും ഐശ്വര്യവും നാൾക്കുനാൾ പാണ്ഡവർക്ക് കടുത്ത വേദനയാണ് നൽകിക്കൊണ്ടിരുന്നത്. പാണ്ഡവർക്ക് കപ്പം നൽകിക്കൊണ്ടിരുന്ന രാജ്യങ്ങളിൽ മരിച്ചുപോയ രാജാക്കന്മാരുടെ പുത്രപൗത്രന്മാർ ഉപജാപക സംഘങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നിട്ടും രാജ്യത്തെങ്ങും ഒരുവിധം സമാധാനം ഉണ്ടായിരുന്നു. പാർത്ഥൻ്റെയും ഭീമൻ്റെയും കരബലമായിരുന്നു ഈ സമാധാനത്തിന് കാരണം. ഹസ്തിനാപുരത്ത് നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ തന്നെ കേശവൻ അറിഞ്ഞുകൊണ്ടുമിരുന്നു. യുദ്ധത്തിൻ്റെ കെടുതികൾ എത്ര ഭീകരമായിരിക്കുമെന്ന് കുരുക്ഷേത്ര യുദ്ധം തെളിയിച്ചു. അതുകൊണ്ട് രാജ്യങ്ങളിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് മറ്റൊരു യുദ്ധത്തിന് തയ്യാറായില്ല. സമാധാനപ്രിയർ കൂടി വരികയും ചെയ്തു. പടയാളികളെ നിഷ്കരുണം വധിച്ചു നേടുന്ന രാജ്യം സ്വസ്ഥതയേകുകയില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. യാദവരും വൃഷിണികളും മറ്റൊരു വഴിക്കാണ് ചിന്തിച്ചത്. കേശവനാണ് നമ്മുടെ രക്ഷിതാവ്. അദ്ദേഹം ഉള്ള കാലത്തോളം നമ്മെ ആക്രമിക്കുവാൻ ആർക്കും നട്ടെല്ല് കാണുകയില്ല. ജീവിതം ആസ്വദിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ഐശ്വര്യസിദ്ധികളോടെ ജീവിക്കുന്നതാണ് അഭികാമ്യം. ഈ ചിന്ത യാദവരെയും വൃഷിണികളെയും അഹങ്കാരത്തിലെത്തിച്ചു. സംസ്കാരം നശിച്ച് എന്ത് ഹീന പ്രവൃത്തികളും നടത്തി യാദവർ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മാധവൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നു. കേശവന് ഒരു കാര്യം ബോധ്യമായി. ലോകത്തിൽ ഇപ്പോൾ സമാധാനം പുലരുന്നുണ്ട്. എന്നാൽ സംയമനം പുലർത്തേണ്ട യദുക്കൾ തികച്ചും അഹങ്കാരികളായിരിക്കുന്നു. ലോകത്തിന് മാതൃകയാകേണ്ടവരാണിവർ. പക്ഷേ മദ്യത്തിലും മദിരാക്ഷികളിലും അവർ മയങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇവരെ പുലർത്തുവാൻ ആവുകയില്ല. ഈ യാദവരെ കൂടെ നശിപ്പിക്കുന്നതോടെ തൻ്റെ ദൗത്യത്തിന് തിരശീല വീഴുകയാണ്. യാദവരെ പുറത്തുനിന്ന് വന്ന് ഒരാൾ നശിപ്പിക്കുക യോഗ്യമല്ല. അവർ പരസ്പരം പോരടിച്ച് നശിക്കണം. അതാണ് അഭികാമ്യം. കേശവൻ ഇങ്ങനെ ചിന്തിച്ചുറച്ചു. മാധവൻ്റെ കണ്ണുകളിൽ അഭൗമദീപ്തി കളിയാടി. യാദവ വംശനാശത്തിന് വിധി അടിസ്ഥാനമൊരുക്കി. എല്ലാത്തിൻ്റെയും മൂലഹേതു അജ്ഞാതമായ വിധിയിൽ ആണല്ലോ നിക്ഷിപ്തമായിരിക്കുന്നത്. ഒരു യാമം കഴിഞ്ഞു. ദ്വാരകാ നഗരത്തിലെ തെരുവുകൾ നിശബ്ദതയിലേക്ക് താഴുകയാണ്. സാഗരത്തിലെ ഇളം തണുപ്പുമായി മന്ദമാരുതൻ മന്ദം ദ്വാരകയെ പൊതിഞ്ഞു. എവിടെയും പ്രശാന്തത വിലസുവാൻ തുടങ്ങി. നഗരത്തിലെ ചില ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ മദിരാക്ഷിമാരുടെ നടനം നടക്കുന്നുണ്ടായിരുന്നു. സ്വർഗലോക സുന്ദരികളെപ്പോലെ അണിഞ്ഞൊരുങ്ങിയ യാദവകുമാരിമാർ മദിരയിൽ മതിച്ച് പുരുഷന്മാരുടെ കാമസുഖത്തിനനുസരിച്ച് നടനം തുടരുകയാണ്. ചില ഭവനങ്ങളിൽ തേനൂറുന്ന ഗാനങ്ങൾ പൊഴിച്ച് പുരുഷന്മാർ അർദ്ധനഗ്നരായി സ്ത്രീകളുടെ മുമ്പിലായിരുന്ന് കൂത്തു നടത്തിയിരുന്നത്. ലലനാമണികൾ പുരുഷന്മാരുടെ ചാരുതയൊത്ത അംഗവിക്ഷേപങ്ങൾ ആസ്വദിച്ച് മനം കലങ്ങി ഇടനെഞ്ച് ഞെരുങ്ങി പലപ്പോഴും അവരോടൊത്ത് കാമനടനമാടി. പുളയുന്ന സർപ്പങ്ങൾ പോലെ ഫൂൽക്കാരമിട്ട് അവർ നൃത്തം ചെയ്തു. പക്ഷേ നഗരപ്രാന്തങ്ങളിൽ ഈ നടനങ്ങളുടെ യാതൊരു ഭാവവും എത്തിയിരുന്നില്ല. 7 പന്തീരാണ്ട് പഴക്കമുള്ള ദ്വാരക സത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സംശുദ്ധിയുടെയും
സമ്യക് സമാധാനത്തിൻ്റെയും കേളീരംഗമായ ദ്വാരക. ഇന്ന് ദ്വാരകയുടെ അകത്തളങ്ങൾ വെന്തു നീറുകയാണ്. ക്രൂരതയുടെയും മദിരയുടെയും ആധിക്യം ദ്വാരകയെ ജീർണിപ്പിക്കുന്നു. രണ്ടാം യാമം ആരംഭിക്കുകയാണ്. ദ്വാരകയുടെ തെരുവുകൾ പൂർണ്ണമായും നിശബ്ദമായി കഴിഞ്ഞു. ഈ സമയം പ്രധാന കവാടത്തിലൂടെ വൻകരയിൽ നിന്നും ഒരാൾ നഗരത്തിലേക്ക് കടന്നു വന്നു. പഞ്ഞി പോലെ വെളുത്ത തലയും താടിയുമുള്ള ആ രൂപം തെരുവിലൂടെ മന്ദം മന്ദം നടന്നു. ഇരുളിലേക്ക് മുങ്ങിത്താഴുന്ന തെരുവുകൾ, ആകാശത്തിൽ തലയുയർത്തി നിൽക്കുന്ന മാളികകളുടെ ജാലകങ്ങളിൽ പ്രകാശം തലനീട്ടുന്നുണ്ട്. എങ്കിലും ഇരുളിനോട് മത്സരിച്ച് ജയിക്കുവാൻ അവയ്ക്ക് കഴിയുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ നീലാകാശത്തിൽ ഒരു ദ്യുതി പരന്നു. പെട്ടെന്ന് ആ പ്രകാശം ചുവന്ന നിറമായി മാറി. കടും ചുവപ്പിൽ ദ്വാരക കുളിച്ചു നിന്നു. ആ ജ്വാലയിൽ താടിയും തലയും വെളുത്ത ആ രൂപത്തെ പ്രകൃതി കണ്ടു. ഗർഗാചാര്യൻ, കേശവൻ്റെ ആത്മീയ ഗുരുവായ ഗർഗാചാര്യൻ. ആചാര്യൻ ആകാശത്തേക്ക് നോക്കി നിന്നു. ദ്വാരകയെ കുലുക്കിക്കൊണ്ട് രക്തത്തിൻ്റെ നിറമുള്ള ചുവപ്പ് ഏകോപിച്ചു. ഒരു കറ്റയായി ആകാശത്തിൽ അത് ഉരുണ്ടുകൂടി. അത് നിമിഷത്തിനുള്ളിൽ ഒരു ധൂമകേതുവായി ദ്വാരകയിലേക്ക് തലനീട്ടി നിന്നു. ആകാശത്തു നിന്നും നക്ഷത്രങ്ങൾ അടർന്നു വീഴുന്നത് ഗർഗൻ കണ്ടിട്ടുണ്ട്. സൂര്യൻ്റെ ചൂടിന് വർധനവുണ്ടായിരിക്കുന്ന കാര്യം ഗർഗൻ അറിയാമായിരുന്നു. പ്രകൃതിയിൽ വന്ന കഠിനമായ മാറ്റം ഉൾക്കൊണ്ട് ഗർഗൻ കേശവ മന്ദിരത്തിലേക്ക് നടന്നു. അക്കാലത്തെ പ്രശസ്തരായ ഋഷിപുംഗവന്മാരായിരുന്നു കശ്യപൻ, ഭൃഗു, ഭരദ്വാജൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, കണ്വൻ എന്നിവർ. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആശ്രമം സ്ഥാപിച്ച് വസിച്ചിരുന്നവരായിരുന്നു ഇവർ. ഒരു ദിവസം ധ്യാനത്തിലിരുന്ന കശ്യപന് പെട്ടെന്ന് ഒരു തോന്നലുണ്ടായി. തത്വചിന്താപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ദ്വാരകയിലേക്ക് പോകണമെന്ന്. മുനി ഒട്ടും താമസിക്കാതെ ദ്വാരകയിലേക്ക് തിരിച്ചു. ഇതേ തോന്നൽ ഭൃഗുവിനും ഭരദ്വാജനും വസിഷ്ഠനും വിശ്വാമിത്രനും കണ്വനുമുണ്ടായി. അപ്പോൾ തന്നെ അവരെല്ലാവരും ദ്വാരകയിലേക്ക് തിരിച്ചു. കുശസ്ഥലി പട്ടണത്തിൻ്റെ പ്രവേശന ദ്വാരത്തിൽ ഋഷിപുംഗവന്മാർ ഒന്നിച്ചാണ് എത്തിച്ചേർന്നത്. അവർ കുശലങ്ങൾ നടത്തി. പരസ്പരം അറിയാതെ എല്ലാവരും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി തിരിച്ചതിൽ അവർക്ക് അത്ഭുതമുണ്ടായി. ഏതോ ഒരു രഹസ്യം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അവർ ധരിച്ചു. തേജോപുഞ്ചങ്ങൾ മാതിരി ആനന്ദത്തോടെ മഹർഷിമാർ ദ്വാരകയുടെ തെരുവിലൂടെ സഞ്ചരിച്ചു. നക്ഷത്രങ്ങൾ പോലെ അവർ തിളങ്ങി. നഗരപാതകൾക്കിരുവശത്തും വിവിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന യാദവർ. അവർ മഹർഷിമാരെ ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല, എന്നല്ല പുച്ഛത്തോടെ പെരുമാറുകയും ചെയ്തു. ഋഷികൾ യാദവരുടെ പെരുമാറ്റം ശ്രദ്ധിക്കാതിരുന്നില്ല. പൂർണ്ണ പുരുഷനായ മാധവൻ ആണ് ദ്വാരക രക്ഷിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്ത് ഋഷീശ്വരന്മാർക്ക് അനാദരവ് വരികയില്ല. യാദവരും ഋഷിണികളും ആദരവോടെയായിരിക്കും പെരുമാറിയതെന്ന് ഋഷികൾ ഊഹിച്ചു. അഗ്നിജ്വാല പോലെ തീക്ഷ്ണപ്രകാശം ചൊരിയുന്ന മഹർഷിവര്യന്മാർ പാതയിലൂടെ നടന്നു വരുന്നത് കേശവൻ്റെ പുത്രന്മാരും ഒരു കൂട്ടം യാദവരും കണ്ടു. താടി വളർത്തി വരുന്ന ആ സന്യാസിമാരെ ഒന്ന് കളിയാക്കണമെന്ന് അവർ തീരുമാനിച്ചു. കേശവൻ്റെ മകനായ സാമ്പനെ അവർ ഒരു യുവതിയുടെ വേഷം കെട്ടിച്ചു. ഗർഭിണിയുടെ വേഷമാണ് സാമ്പനിൽ അവർ അണിയിച്ചൊരുക്കിയത്. സാമ്പനെ മുന്നിൽ നടത്തി കേശവൻ്റെ മറ്റു ചില പുത്രന്മാരും യാദവരും മുമ്പോട്ട് നടന്നു. അവശതയും വിവശതയും നടിച്ച് സാമ്പൻ മുമ്പേ നടന്നു. ഗൗരവമുള്ള മുഖത്തോടെ യാദവരും ഋഷിണികളും സാമ്പനെ അനുഗമിച്ചു. അവർ മഹർഷിമാരുടെ മുമ്പിലെത്തി. കേശവൻ്റെ പുത്രന്മാരും യാദവരും ഋഷിണികളും മഹർഷിമാരെ വന്ദിച്ചു. സാമ്പ യുവതിയും ആയാസപ്പെട്ട് ഋഷിമാരെ നമസ്കരിച്ചു. മഹർഷിമാർ പറഞ്ഞു, നിങ്ങൾക്ക് നന്മ ഭവിക്കും. ആരാണ് നിങ്ങൾ? കേശവൻ്റെ ഒരു മകൻ പറഞ്ഞു, ഞങ്ങൾ ദ്വാരകാധിപതിയായ മാധവൻ്റെ പുത്രന്മാരാണ്. ഈ പെണ്ണ് ബഭ്രുവിൻ്റെ ഭാര്യയാണ്. പുത്രനെ പ്രസവിക്കണമെന്നാണ് ഇവളുടെ ആഗ്രഹം. മഹർഷിമാരെ,
നിങ്ങളെ കണ്ടത് ഭാഗ്യം തന്നെ. ഈ പെണ്ണ് പ്രസവിക്കുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എല്ലാം അറിയുന്നവരാണല്ലോ നിങ്ങൾ. ഇങ്ങനെ പറഞ്ഞ് കേശവപുത്രന്മാർ ചിരിച്ചു. ഋഷിമാർ പരസ്പരം നോക്കി. തങ്ങളെ പരിഹസിക്കുവാനാണ് മാധവൻ്റെ സന്താനങ്ങളും യാദവരും ശ്രമിക്കുന്നതെന്ന് ഋഷിമാർ നിശ്ചയിച്ചു. അവർ സാമ്പനെ ശ്രദ്ധിച്ചു. അവശതയനുഭവിച്ച് പരുങ്ങി നിൽക്കുകയാണ് സാമ്പൻ. കാലത്തിൻ്റെ വിളയാട്ടം ഋഷിമാർക്ക് ബോധ്യമായി. എത്ര ഉന്നതമായ ഒരു ഭാവത്തിനും നാശം വരുമ്പോൾ അത് തുച്ഛമായ ഒന്നിലൂടെയായിരിക്കും. അതുതന്നെ ഇവിടെയും വന്നു ഭവിക്കുന്നു. ദ്വാരകയുടെ അധപ്പതനത്തിന് തങ്ങൾ കാരണക്കാരായി തീരുകയോ? കേശവൻ്റെ പുത്രന്മാർ വീണ്ടും മഹർഷിമാരോട് ചോദിച്ചു. സന്യാസിവര്യന്മാരെ, പറയൂ, ഇവൾ പ്രസവിക്കുന്നത് ആണോ പെണ്ണോ? എല്ലാം അറിയുന്ന വിജ്ഞാന നിധികളാണല്ലോ നിങ്ങൾ. കേശവൻ്റെ പുത്രന്മാർ വീണ്ടും പരിഹസിക്കുന്നത് കണ്ടപ്പോൾ ഋഷിമാർക്ക് സഹിച്ചില്ല. അവരുടെ നയനങ്ങൾ ദീപ്തങ്ങളായി. ചുണ്ടുകളിൽ ശാപത്തിൻ്റെ അഗ്നിപ്പൊരികൾ ആളിക്കത്തി. അവർ ഉറക്കെ പറഞ്ഞു, ഈ പുരുഷ സ്ത്രീ പ്രസവിക്കുന്നത് ആണുമാവില്ല പെണ്ണുമാവില്ല, ഒരു ഇരുമ്പുലക്കയായിരിക്കും. യദുവംശമാകെ ആ മുസലം മൂലം നശിക്കും. പരസ്പരം തല്ലിയും തലതല്ലി കീറിയും കൊന്നും യാദവ വംശത്തിൻ്റെ തായ് വേര് നിങ്ങൾ മുറിച്ചെടുക്കും. അഹങ്കാരം മുറ്റിയ നിങ്ങൾ യദുവംശത്തിൻ്റെ ധൂമകേതുക്കളായി പരിണമിക്കും. വസുധയുടെ ഭാരം തീരുവാൻ അതേ വഴിയുള്ളൂ. തീക്കനൽ പൊതിഞ്ഞ ഋഷിമാരുടെ വാക്കുകൾ കേട്ട് ദിക്കുകൾ ഞെട്ടിവിറച്ചു. ദ്വാരകയുടെ അന്തരീക്ഷത്തിൽ എവിടെ നിന്നെന്നറിയാതെ കാലൻ പക്ഷികൾ വട്ടമിട്ടു. കടലിൻ്റെ അടിയിൽ നിന്നും അശ്വവദനമുള്ള അഗ്നി തിരയ്ക്കു മുകളിൽ ഉയർന്നു വന്നു. അശുഭ സൂചനകൾ കണ്ട് മഹർഷിമാർ ചിരിച്ചു. എന്നാൽ സന്യാസിമാരുടെ ശാപവാക്കുകളും കേശവസന്തതികൾ കാര്യമായി എടുത്തില്ല. അവർ കൂവിയാർത്തു. സാമ്പൻ ഇരുമ്പുലയ്ക്ക് പ്രസവിച്ചാൽ കാണുവാൻ നല്ല രസമായിരിക്കും. അവർ പരസ്പരം പറഞ്ഞ് ചിരിച്ചും കടൽക്കരയിൽ ഒത്തുചേർന്നു പലവിധ കേളികളിൽ ഏർപ്പെട്ടു. സന്യാസിമാർ ദ്വാരകയിലെത്തി. കേശവനെ കണ്ടു. മഹർഷിമാരെ യഥോചിതം സ്വീകരിച്ചു. സംഭാഷണമധ്യേ ഋഷിവര്യന്മാർ വിവരം മാധവനെ അറിയിച്ചു. കേശവൻ പറഞ്ഞു, നന്നായി. യാദവരും അഹന്ത മുഴുത്തവരായി മാറിയിരിക്കുന്നു. ഇവരെ നശിപ്പിക്കുവാൻ മറ്റു ശക്തികൾക്കാവുകയില്ല. അതുകൊണ്ട് അവരുടെ അവസാനം പരസ്പരം നശിച്ചാകട്ടെ. അവതാരകൃത്യം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. ശാപത്തിൻ്റെ ഫലവും അടുത്തു വരുന്നു. എല്ലാം വേണ്ടതിൻവണ്ണം ശരിയായി. മഹർഷിമാർ മാധവനെ ബഹുമാനിച്ച് മടങ്ങി. സാമ്പനും സുഹൃത്തുക്കളും മഹർഷിമാരെ കളിയാക്കിയ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് രസിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അസഹ്യമായ ഊരവേദന അവൻ അനുഭവപ്പെടുകയും ചെയ്തു. സാമ്പൻ പറഞ്ഞു, അയ്യോ, നിങ്ങളുടെ തമാശ നിർത്തുവിൻ. എനിക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു. ഉദരത്തിൻ്റെ ഇരുവശത്തു നിന്നും എന്തോ ഊർന്നിറങ്ങും പോലെ തോന്നുന്നു. ഈ വേഷം അഴിച്ചു മാറ്റാം. നിങ്ങൾ എന്നെ സഹായിക്കുവിൻ. സാമ്പൻ്റെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞു. അവൻ ഞരങ്ങുകയും വിതുമ്പുകയും ചെയ്തു. ഒരു സുഹൃത്ത് ചോദിച്ചു, നിനക്ക് പ്രസവവേദനയാണോ സാമ്പ? നിന്റെ പരവേശം കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. സുഹൃത്തുക്കൾ ഈ വാക്കുകൾ കേട്ട് പൊട്ടിച്ചിരിച്ചു. സാമ്പൻ ദയനീയമായി പറഞ്ഞു, സത്യമായും ഞാനിപ്പോൾ മരിക്കും. എൻ്റെ തൊണ്ട വരളുന്നു, കാഴ്ച മങ്ങുന്നു, ചുണ്ടുകൾ ഉണങ്ങുന്നു. എനിക്ക് വെള്ളം വേണം. പെട്ടെന്ന് തന്നെ ആരോ ജലം കൊണ്ടുവന്ന വെള്ളം മുഴുവൻ ഒറ്റ വലിക്ക് സാമ്പൻ കുടിച്ചു തീർത്തു. അവൻ വേപതു പൂണ്ട് വിയർത്തു നിൽക്കുകയായിരുന്നു. രണ്ടുപേർ അവൻ്റെ വയറ്റിൽ കെട്ടിവെച്ചിരുന്ന മുണ്ടുകൾ അഴിച്ചു മാറ്റുകയായിരുന്നു. അപ്പോൾ അഴിക്കും തോറും സാമ്പൻ്റെ വയറ്റിൽ ഘനമായി എന്തോ ഇരിക്കുന്നതായി അവർക്ക് തോന്നി. സുഹൃത്തുക്കൾക്കും ഭയമായി. അവർ വേഗത്തിൽ കെട്ടുകൾ അഴിച്ചു മാറ്റി. സാമ്പൻ്റെ വയറിനു മുകളിൽ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. സാമ്പൻ പ്രസവിച്ചിരിക്കുന്നു. മുനിമാരുടെ വാക്കുകൾ തെറ്റാറില്ല.
അവരുടെ വാക്കുകളിലൂടെ സത്യം ഓടിവരും. കേട്ടവർ നടുങ്ങി. സാമ്പനോടൊപ്പം മഹർഷിമാരെ കളിയാക്കുവാനുണ്ടായിരുന്ന സകല ആളുകളും അടുത്തു വന്നു. യാദവർ, വൃഷ്ണികൾ, സാരണന്മാർ അവരെല്ലാം ആ കാഴ്ച കണ്ട് അതിശയിച്ചു. അവർ ചുണ്ടുകളിൽ സാമ്പൻ്റെ പ്രസവക്കഥയിട്ട് പതച്ചു. എല്ലാവരും സാമ്പൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിച്ചു. കറുത്തതും കനത്തതുമായ ഒരു ഇരുമ്പുലക്കയായിരുന്നു സാമ്പൻ പ്രസവിച്ചത്. വയറ്റിൽ നിന്നും ഇരുമ്പുലക്ക തെന്നി വീണതോടെ സാമ്പൻ്റെ വേദനയും മാറി. സാമ്പൻ്റെ മുന്നിൽ ഒരു കുഞ്ഞിൻ്റെ ഭാവത്തിൽ കിടക്കുന്ന ഇരുമ്പുലക്കയെ അവൻ നോക്കി നിന്നു. ആ ഇരുമ്പുലക്കയോട് സാമ്പന് സ്നേഹം തോന്നി. അല്പം മുൻപ് മതോന്മത്തരായി നടന്ന എല്ലാവരും ഭയന്ന് മൂകരായി ഇരുമ്പുലക്കയ്ക്ക് ചുറ്റും നിന്നു. കറുത്ത ആയസമുസലം അവരെ നോക്കിക്കിടന്നു. നാശത്തിൻ്റെ ശക്തി രൂപമെടുത്തതാണ് ആ മുസലം എന്ന് ആർക്കും അറിയുവാൻ കഴിഞ്ഞില്ല. സാമ്പനല്ലാതെ ഇരുമ്പുലക്കയെ ആരും തൊട്ടില്ല. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കേശവപുത്രന്മാരിൽ ചിലർ പറഞ്ഞു, ഇനി ഈ സംഭവത്തിന് അധിക പ്രചാരം കൊടുക്കുക വേണ്ട. നമുക്ക് അച്ഛനോട് പോയി വിവരം പറയാം. ഇരുമ്പുലക്കയെ എങ്ങനെ കളയണമെന്ന് അദ്ദേഹം പറഞ്ഞു തരും. കുട്ടികൾ വിവരം രഹസ്യമായി മാധവനെ ധരിപ്പിച്ചു. കേശവൻ പറഞ്ഞു, അഹങ്കാരത്തിൻ്റെ ഫലം ആപത്ത്. നിങ്ങൾ മുനിമാരെ നിന്ദിച്ചത് ശരിയായില്ല. ആദരണീയരാണവർ. ഒരു രാജ്യത്തിൻ്റെ ആത്മീയാംശം അവരാണ് കാത്തു സൂക്ഷിക്കുന്നത്. സംസ്കാര കേദാരങ്ങളായ അവരെ ആക്ഷേപിച്ചതുകൊണ്ടാണ് ഇത്തരം ഒരു ദുർനിമിത്തം ദ്വാരകയിലുണ്ടായത്. നിങ്ങൾ ഉഗ്രസേന മഹാരാജാവിനെ കാണുവിൻ. അദ്ദേഹം എന്തെങ്കിലും നിവൃത്തിമാർഗം ഉണ്ടാക്കിത്തരും. സാമ്പനും സുഹൃത്തുക്കളും രഹസ്യമായി രാജാവിനെ ചെന്നുകണ്ടു. വളരെ താഴ്മയായി അവർ വിവരം ഉഗ്രസേനനെ അറിയിച്ചു. ഉഗ്രസേനൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, കേശവൻ ഭരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വ്യാകുലപ്പെടുന്നതെന്തിന്? ഒരിക്കലും ദ്വാരകയ്ക്കോ നമ്മൾക്കോ നാശം വരുകയില്ല. ആ സംഭവം നിങ്ങൾ കാര്യമായി കരുതുക വേണ്ട. ആ ഇരുമ്പുലക്ക രാഗി പൊടിച്ച് സാഗരത്തിൽ കലക്കിക്കളയുവിൻ. രാജാവിൻ്റെ വാക്കുകേട്ട് സാമ്പനും സുഹൃത്തുക്കളും സന്തോഷത്തോടെ മടങ്ങി. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു. മുസലം എന്ന ഭാഗം. അടുത്ത ദിവസം എരകപ്പുല്ലുകൾ എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.